ഒരുപാട് ദിവസമായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സിനൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ശീമക്കൊന്നയുടെ ഇല അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ്. അത് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിലൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി റൂട്ടുകൾ വരുന്നുണ്ട്. പ്ലാന്റ്സ് നല്ല ഗ്രോത്തും ഉണ്ട്. വരുന്ന തൈകളൊക്കെ നല്ല ഉഷാറിൽ നല്ല വണ്ണത്തിലാണ് വരുന്നത്. ഇത് ഞാൻ കുറച്ച് ഭാഗം നാളത്തേക്ക് കൊടുക്കാൻ വേണ്ടി പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല രീതിയിൽ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ അഡീനിയത്തിൻ്റെ പ്ലാന്റ് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനും ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെറസിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് ചെയ്യണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് തൈകളൊക്കെയാണ്. നമ്മുടെ പച്ചമുളകിൻ്റെ തൈ, ചീര, അതുപോലെ അതിൽ ചെറിയൊരു തൈ മുളച്ച് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മത്തൻ്റെ തൈയാണ് കേട്ടോ. ഇത് നമ്മുടെ തക്കാളിയുടെയും കൈപ്പങ്ങയുടെയും വിത്താണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അടുക്കളയിലുള്ള വെജിറ്റബിൾസിൻ്റെ തന്നെ വിത്തുകൾ ഇട്ട് മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് മാറ്റി നമുക്ക് നടണം.